ഹലോ, നമ്മളിന്നൊരു ഉത്സവം കൂടാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടൻ്റെ അമ്മയുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൊല്ലത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ ഉത്സവങ്ങളുടെ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഞാനതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടാണ് കാണുന്നതും. അങ്ങനെ നമ്മളിത് തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ കുട്ടികൾ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു, ഓടി കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റായി ഞങ്ങൾ അപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറേ റോഡ് സൈഡല്ല, ആ പറമ്പിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് ഇത്. ഞാൻ എവിടെ പോയാലും കൈ നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ നോക്കാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിട്ടൊക്കെ തോന്നി, സ്വാഭാവികം. അത് കഴിഞ്ഞിട്ട് ഇതേ നാടകം കാണാനായിട്ട് പോയി. എനിക്കങ്ങനെ നാടകമൊന്നും വലിയ താല്പര്യമില്ല ഗൈസ്. പിന്നെ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഒന്നും മേടിച്ചില്ല. ഇതൊക്കെ ചെറിയ കുട്ടികളുടെ സാധനങ്ങളല്ലേ, ഒന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം സാധനങ്ങളൊക്കെ നോക്കി തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്, എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്നുള്ള ഇതിൽ. അപ്പോഴാണ് ഇത് മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു ബലൂൺ മുകളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിന് എങ്ങനെ അവിടെ നിന്ന് താഴെ ഇറക്കുമായിരിക്കും അല്ലേ. അതുപോട്ടെ. നമ്മളിതിൻ്റെ കമ്മൽ സെക്ഷൻ, എൻ്റെ മെയിൻ ഒരു സെക്ഷനാണിത്. കമ്മൽ എത്ര കമ്മലുണ്ടായാലും എനിക്ക് പിന്നെയും കമ്മൽ മേടിക്കുക എന്നുള്ളൊരു ഹരമാണ്. ഞാൻ ഈ ഒരു കമ്മലാണ് മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കഴിച്ചു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് നല്ല ദാഹം ഉണ്ടായിരുന്നു. ദാഹം വന്നപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു. ജ്യൂസല്ല, ഇതിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കുമല്ലോ, അത് ഇവിടെ പത്തയ്ക്ക വെള്ളം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉത്സവത്തിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ വെറുതെ ഒന്ന് ബോറടിക്കുന്നത് കൊണ്ട് ഒരു ഉപ്പിലിട്ട നെല്ലിക്ക കഴിച്ചു ഗൈസ്. കൊള്ളായിരുന്നു. ഉപ്പിലിട്ട നെല്ലിക്ക മാത്രമല്ല, മാങ്ങ, പേരയ്ക്ക, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഉത്സവങ്ങളുടെ രീതിയിൽ ഭയങ്കര മാറ്റം ഉണ്ടെന്നുള്ള കാര്യം. കാരണം കൊല്ലത്തോട്ടൊക്കെ വരുമ്പോൾ അവിടെ കുറേ കെട്ടുകാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് വടക്കൻ ജില്ലകളായിട്ട് വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും പുതിയതായിട്ട് കാണുന്നൊരു ഫീലാണ് എനിക്ക്. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവാണ് എനിക്ക്. ഈ കോമരന്മാർ ഇത് ബാക്കിൽ ഒരു വെള്ളം ഇതൊക്കെ വെച്ചിട്ട് ഒരു കോലം നിൽക്കുന്നുണ്ടോ. ഈ കോമരന്മാരെന്ന് പറയുന്നത് ഒരു റെഡ് തുണി കെട്ടിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവർ ഓടി വന്നിട്ട് ആ കോലത്തിനെ തൊട്ട് കഴിഞ്ഞാൽ ആ കോമരന്മാരോ അല്ലെങ്കിൽ ആ തൊടുന്ന ആളോ ആരെങ്കിലും ഒരാൾ മരിക്കും എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അവർ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൈകോർത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഫുള്ള് ഏകദേശം ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഓരോ രീതിയിലുള്ള തിറകളുണ്ടായിരുന്നു. തിറയെന്നാണ് കേട്ടോ ഇവിടെ ഈ ഒരു സംഭവത്തിന് പറയുക. നമുക്കതുകൊണ്ട് ഉറക്കമൊന്നും റെഡി ആയില്ല. 2 മണിക്ക് 4 മണിക്ക് അങ്ങനെ എല്ലാം നമ്മൾ വന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു നല്ലതുപോലെ. അങ്ങനെ ഇത് 4 മണിയുടെ തിറയായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോൾ അത് കഴിഞ്ഞു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് നല്ല ചൂടൊരു ചായ കുടിച്ചു. പിന്നെ 6 മണിക്ക് ഒരു തിറ ഉണ്ടായിരുന്നു. അത് കാണാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരമൊക്കെ വെളുത്തുനി. ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങി വന്നിരുന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ച കളിപ്പാട്ടങ്ങളുമായിട്ട് മക്കളൊക്കെ വിട്ടിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ടാറ്റാ.